തീരുമാനിക്കോ? നീയാണ് തീരുമാനിക്കുന്നത്. നിന്റെ ഇഷ്ടം നടക്കൂല. ഞാൻ അച്ഛനും അമ്മയും വിട്ട് ഒരിടത്തും പോകൂല. ആടെ നിന്റെ അച്ഛനും അമ്മയും? ഞങ്ങളെന്റെ ആരുമല്ല. മേലെ നിന്റെ വീട്ടിൽ കണ്ടോലും. ഇതിനാണ് നിങ്ങളുടെ കൂടെ വെച്ച് ഫോട്ടോ എടുത്തത്. നാട്ടുകാർ കണ്ട എന്ത് വിചാരിക്കും? അമ്മ ഇത് ഏതൊരു സെക്കൻഡ് മാരേജ് ആണെന്നും അവൾക്ക് ആദ്യത്തെ കല്യാണത്തിൽ കൊച്ചണെന്ന് അറിയാവുന്നവർ മാത്രമേ എന്നോട് വന്നിട്ടുള്ളൂ. നക്ഷത്രം എനിക്ക് സ്വന്തം മോളെ പോലെയാണ്. ഞാൻ, അമ്മ, അച്ഛൻ. കറുത്തല്ലേ? ഇതിനകത്തെ ഒരു ബ്രാഞ്ചും കൂടെ വരയ്ക്കണം. മോക്ക് കൂട്ടായിട്ടെ ഒരാളും കൂടെ അങ്ങോട്ട് വരാൻ പോവാണ്. എന്താ മോളെ? എനിക്ക് ഈ തുണി ഒന്ന് കഴുകണമായിരുന്നു. മോളെ അമ്മയ്ക്ക് ഒട്ടും വയ്യായിരിക്കില്ലേ? ഒരു കാര്യം ഞാൻ അമ്മമ്മ എടുത്ത് പറയാം. മോളുടെ ഡ്രസ്സൊക്കെ വാഷിംഗ് മെഷീൻ വയ്ക്കും. ഇത്രയും തുണിക്ക് വേണ്ടി വാഷിംഗ് മെഷീൻ ഇടുന്നത് വേസ്റ്റാ. അതുകൊണ്ട് നീ ബാത്റൂമിൽ പോയി കഴിയാൻ മതി. അമ്മ എനിക്കത് അറിഞ്ഞൂടാ. ഏത് സമയം നിന്റെ അമ്മ ഒന്ന് കഴി തരൂ. പോ. തന്നെ എൻജോയ് ചെയ്തോണം. പാവ വന്നു കഴിഞ്ഞാലേ എൻ്റെ ഫുൾ കെയർ ഇങ്ങോട്ടായിരിക്കും. ഉറങ്ങിയില്ലേ അമ്മ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അച്ഛൻ എന്നെ വിട്ട് പോയ പോലെ അമ്മ എന്നെ വിട്ട് പോവോ? അങ്ങനെ ഒന്നും ഒരിക്കലും ചിന്തിക്കല്ലേ. അമ്മ എൻ്റെ പൊന്നെ വിട്ടിട്ട് ഒരിടത്തും പോകില്ല. എന്നും ഇതുപോലെ കെട്ടിപ്പിടിച്ച് കൂടെ തന്നെ ഉണ്ടാവും. ഞാൻ നടക്കുന്ന ഇടത്തിൽ ഈ കളിപ്പാടം എല്ലാം വാരിയിട്ട് എന്നെ തള്ളിയിട്ട് വന്നു നിനക്ക് തീരെ ഒരു അനുസരണ ഇല്ലല്ലേ? ഒരെണ്ണം തന്നോണ്ടല്ലോ. അതെങ്ങനെ? ഞാനല്ലേ കൊഞ്ച് വഷളാക്കിയത്. അവള് വഴക്ക് പറയണ്ട മക്കളെ. കൊച്ചല്ലേ. എല്ലാരും കൊച്ചായിട്ടല്ലേ വലുതാവണത്. ഇപ്പഴേ ഇങ്ങനെയാണെങ്കിൽ വലുതാകുമ്പോ എന്തായിരിക്കും പൊടിപ്പ്?